നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയയെ പറ്റി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കോങ്കോയെ പറ്റി പറയുന്നില്ല, അർമേനിയയെ പറ്റി സംസാരിക്കുന്നില്ല? ഗാസയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വംശഹത്യയെക്കുറിച്ചോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ എവിടെ നിന്നാണെന്ന് അറിയില്ല കുറെ ആളുകൾ ഈ ചോദ്യമായിട്ട് വരും. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ഫേക്ക് ഐഡികളും ആയിരിക്കും. ഈ ചോദ്യം നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇരയാകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആശങ്കയിൽ നിന്ന് വരുന്നതല്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ഇവരെയൊന്നും ആരും ഏതെങ്കിലും വിഷയം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല. ഒരു പ്രതിഷേധം നടത്തരുതെന്നോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കരുതെന്നോ ഇവരോട് ആരും പറയുന്നില്ല. പലസ്തീനിലെ മനുഷ്യരുടെ നേരെ നടക്കുന്ന ക്രൂരതകളെ എതിർക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് നൈജീരിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ സമാനമായിട്ടുള്ള പ്രശ്നം മനുഷ്യർക്ക് നേരിടുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾക്ക് പ്രതിഷേധിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഒരു താല്പര്യമില്ല. എന്നാൽ ഇവർക്ക് നൈജീരിയയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങളോ ഓർമ്മ വരൂ എപ്പോൾ ആരെങ്കിലും ഗാസയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം. അതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ഗാസയെക്കുറിച്ച് പറയുന്നവരുടെ വായ അടപ്പിക്കണം. ഇത് മാത്രമാണ് ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ മനുഷ്യ സ്നേഹത്തിന്റെ കാരണം. ഇതൊരു ക്ലാസിക്കൽ പ്രൊപ്പഗാൻഡ ടെക്നിക്കാണ്. ഇതിന് വാട്ട് അബൌട്ടിസം എന്ന് പറയാം. ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്: ദ ടെക്നിക് ഓർ പ്രാക്ടീസ് ഓഫ് റെസ്പോണ്ടിങ് ടു എൻ അക്യൂസേഷൻ ഓർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ബൈ മേക്കിംഗ് എ കൗണ്ടർ അക്യൂസേഷൻ ഓർ റേസിംഗ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഉദാഹരണത്തിന് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നൊരാൾ പറയുന്നു എന്ന് കരുതുക. അതിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിനെ അതുപോലെ അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വിമർശിക്കുന്നു എന്നും കരുതുക. ലോകത്തെ ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട വംശഹത്യ ആയതുകൊണ്ടും എല്ലാ തെളിവുകളും വംശഹത്യയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുമ്പോൾ അതിനെ മെറിറ്റിൽ എതിർക്കുക വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വിഷയത്തിൽ, അതായത് ഗാസയിൽ അതിൻ്റെ മെറിറ്റിൽ സംസാരിക്കാതെ ആ വിഷയത്തിൽ തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ നേരെ വേറെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിടുക. അത് ശരിക്കുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ അവർ തന്നെ ഇമാജിനറി ആയിട്ട് സൃഷ്ടിക്കുന്നതും ആകാം. എന്നിട്ട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിലപാടില്ല എന്ന് അവർ തന്നെ പറയും. അങ്ങനെ നിലപാടില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ വിഷയത്തിലെ, അതായത് ഗാസയിലെ നിലപാടിന് പ്രസക്തി ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗൂഢമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടെന്നോ നിങ്ങളൊരു ഹിപ്പോക്രറ്റ് ആണെന്നോ ഒക്കെ അവർ തന്നെ അങ്ങ് വിധി എഴുതും. ഫലത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വിഷയത്തിൽ, അതായത് ഗാസയിൽ ചർച്ച നടക്കരുത് എന്നും അതുപോലെ അതിനെപ്പറ്റി സംസാരിക്കുന്നവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുമാണ്. 20,000 കുട്ടികളെ ബോംബിട്ട് വന്നാലും അവരൊക്കെ ഹമാസ് ആണെന്നൊക്കെ പറയുന്ന സൈക്കോകൾ നമ്മളെ ചുറ്റിലുണ്ട്. എന്നാൽ അവർക്ക് പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെ ക്രൂരതകൾ നടക്കുമ്പോൾ അതിനെ ഓപ്പൺ ആയിട്ട് പിന്തുണയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടെങ്കിലും വരും. അപ്പോഴും ഈ ടെക്നിക്ക് അവർക്ക് ഗുണം ചെയ്യും. ഇത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഈ പറയുന്ന ആളുകൾക്ക് നൈജീരിയയിലോ അല്ലെങ്കിൽ യമനിലോ എന്നുള്ള മനുഷ്യരോട് യാതൊരു തരത്തിലുള്ള കൺസേണും ഇല്ല. കാരണം ഇവരെന്താണ് ചെയ്യുന്നത്? ഒരു സ്ഥലത്തെ, അതായത് യമനിലോ നൈജീരിയയിലോ മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ സമർത്ഥമായിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റും. എന്നിട്ട് വളരെ വിസിബിളായി നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ, അതായത് ഗാസയിൽ നടക്കുന്ന വംശഹത്യയെ, അതുപോലെ അതിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്ന യാതനകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റെവിടെയെങ്കിലും മനുഷ്യർക്ക് ഉണ്ടാകുന്ന വേദനകളെ ഉപയോഗിക്കും. ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഈ വൃത്തികേട് ചെയ്യുന്നത് നിലവിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിന്റെ നയങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ്. ഇത് വീണ്ടും തെളിയിക്കുന്നത് ഇവർക്ക് മനുഷ്യരോടോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന യാതനകളോടോ യാതൊരു തരത്തിലുള്ള ജെന്യുവിൻ ആയിട്ടുള്ള കൺസേണോ ഇല്ല എന്നാണ്. കാരണം അങ്ങനെ കൺസേൺ ഉണ്ടെങ്കിൽ അവർക്ക് ഗാസയിലും തോന്നും, യമനിലും തോന്നും, എല്ലാ സ്ഥലത്തും അവർക്ക് തോന്നേണ്ടതാണ്. അവരെ സംബന്ധിച്ച് യമനിലും നൈജീരിയയിലും ഒക്കെ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളും ക്രൂരതകളും അവർക്ക് ഒരു വാദത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. ഇത് സയനിസ്റ്റുകൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. എപ്പോഴൊക്കെ പലസ്തീനിലെ മനുഷ്യരുടെ മേലെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളെ കുറിച്ച് പറഞ്ഞാലും ഉടനെ ഹോളോകോസ്റ്റിലെ ജൂതർ അനുഭവിച്ച ക്രൂരതകളെ എടുത്ത് അവർ പ്രതിരോധിക്കും. കേട്ടാൽ നമുക്ക് തോന്നും നാസി ജയിലുകളിൽ ജൂതര് പീഡനങ്ങൾ അനുഭവിച്ചത് ഭാവിയിൽ ഇസ്രയേലിൽ സമാനമായിട്ടുള്ള ക്രൂരതകൾ പലസ്തീനികളോട് ചെയ്യാൻ വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ ഹോളോകോസ്റ്റിൽ ജൂതരെ പീഡിപ്പിച്ചത് പലസ്തീനികളായിരുന്നെന്ന്. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഗാസയിൽ ഇന്ന് നടക്കുന്ന വംശഹത്യ ഇതിനോട് സമീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ശ്രദ്ധ അർഹിക്കുന്നതാണ്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് നൈജീരിയയിലെ ആളുകളെ കൊല്ലുന്ന ബൊക്കോ ഹരം എന്ന തീവ്രവാദ സംഘടനയെ ഉദാഹരണമായിട്ട് എടുക്കുക. എൻ്റെ അറിവിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും മനുഷ്യരും അന്താരാഷ്ട്ര സംഘടനകളും അവരെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് തന്നെയാണ് കരുതുന്നത്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒന്നും അവരുമായിട്ട് വ്യാപാര കരാറുകളില്ല. അവർക്ക് ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വമില്ല. ഒരു വംശഹത്യ നടക്കുമ്പോഴും നാഴിക്ക് 40 വട്ടം ഒട്ടുമിക്ക വെസ്റ്റേൺ നേതാക്കളും പറയുന്നത് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ്. എന്നാൽ ബൊക്കോ ഹരത്തിന്റെ കേസിൽ അവർക്ക് വേണ്ടി അങ്ങനെ ലോക നേതാക്കളൊന്നും മുന്നോട്ട് വരുന്നില്ല. അവരോട് $1 മില്യൺ സെക്യൂരിറ്റി കോൺട്രാക്റ്റുകൾ ആമസോണും മെറ്റയും പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ഒപ്പുവെക്കുന്നില്ല. അവരെ നേതാക്കളെ ആരും സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് പരിഗണിക്കുന്നില്ല. അവർക്ക് വേണ്ടി വെസ്റ്റേൺ മീഡിയ രാപ്പകലില്ലാതെ ന്യായീകരണം ചമയ്ക്കുന്നില്ല. അവരുടെ ലോബി ലോകത്തിന്റെ എല്ലാ ഉന്നത കേന്ദ്രങ്ങളിലും അവർക്ക് അനുകൂലമായിട്ട് പോളിസി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം അവർക്ക് ആയുധമായിട്ടും ആശയമായിട്ടും സമ്പത്തായിട്ടും
മില്യണുകൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ലോകക്രമത്തിന്റെ തന്നെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇസ്രയേലിന് ആയുധത്തിന്റെ രൂപത്തിലും ഡിപ്ലോമസിയുടെ രൂപത്തിലും വ്യാപാരത്തിന്റെ രൂപത്തിലുമെല്ലാം ഒരു വംശഹത്യ നടത്തുന്ന സമയത്തും കിട്ടുന്ന പിന്തുണ. അതുപോലെ വെസ്റ്റേൺ ഡെമോക്രസികൾ മുന്നോട്ട് വെക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇസ്രയേലിന് അവർ നൽകുന്ന പിന്തുണ. വെസ്റ്റിന് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റർനാഷണൽ ലോ ഇതിനോടൊന്നും യാതൊരു പ്രതിപത്തിയും ഇല്ലെന്നും അവർക്ക് ഇഷ്ടം പോലെ വളച്ചൊടിക്കാനുള്ളതാണ് ഈ ആശയങ്ങളെല്ലാം എന്നും കൃത്യമായിട്ട് ഈ ഇസ്രയേലിന് അവർ കൊടുക്കുന്ന പിന്തുണ തുറന്നു കാട്ടുകയാണ്. ഇതോടൊപ്പം ഇസ്രയേൽ എന്നത് ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കൊളോണിയൽ പ്രൊജക്റ്റ് കൂടിയാണ്. സയനിസത്തിന്റെ സ്ഥാപകനായിട്ടുള്ള തിയോഡർ ഹെർസൽ 1896 എഴുതിയ തന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഫോർ യൂറോപ്പ് വി വുഡ് ഫോം ദർ എ പാർട്ട് ഓഫ് വാൾ എഗെയിൻസ്റ്റ് ഏഷ്യ. വി വുഡ് സെർവ് ആസ് ദി ഔട്ട്പോസ്റ്റ് ഓഫ് സിവിലൈസേഷൻ എഗെയിൻസ്റ്റ് ബർബറിസം. 20-ാം നൂറ്റാണ്ടിൽ ഒട്ടുമിക്ക കോളനികൾക്കും സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പലസ്തീനിലെ ജനതയ്ക്ക് ഇന്നും ഒരു രാഷ്ട്രം കിട്ടിയിട്ടില്ല. ആദ്യകാലത്ത് ബ്രിട്ടന്റെയും പിന്നീട് അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണയോടെ ഇസ്രയേൽ എന്ന കൊളോണിയൽ പ്രൊജക്ട് പലസ്തീനികളെ വംശഹത്യയ്ക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നടക്കുന്നതല്ല. ചുരുങ്ങിയത് 7 ലക്ഷം പലസ്തീനികളെ അവരെ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ച 1948 നക്ബ മുതലെങ്കിലും പറയേണ്ടതാണ് ഇതിന്റെ ചരിത്രം. ഇന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും ലഭിക്കുന്നില്ല. മാത്രമല്ല, എല്ലാ പിന്തുണയും കൊടുത്ത് ഇന്ന് അമേരിക്ക ഈ രാജ്യത്തെ നിലനിർത്തുന്നത് വെസ്റ്റ് ഏഷ്യയിൽ അവർക്കുള്ള ആധിപത്യം ഉറപ്പിക്കാനാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരം സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെടാതെ ഉറപ്പാക്കാനും അതുപോലെ അവരുടെ ഭാവി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകണം. ഇതിന് വെസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും വലിയ വിഘാതം സൃഷ്ടിക്കുന്നത് ഇസ്രയേൽ എന്ന ചുറ്റിലുമുള്ള രാജ്യങ്ങളെ പേടിപ്പിച്ച് നിർത്താൻ അമേരിക്ക ഉറപ്പാക്കിയിട്ടുള്ള അവരുടെ ഒരു റീജിയണൽ പോലീസാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക വരയ്ക്കുന്ന വരയ്ക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കാം, പല സമ്പന്ന അറബ് രാജ്യങ്ങളെ പോലെ, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ സർവ്വനാശം വിതയ്ക്കുന്ന യുദ്ധത്തിന് തയ്യാറാകണം, ഇറാനൊക്കെ ചെയ്യുന്നത് പോലെ. ഈ രണ്ട് ഓപ്ഷനുകളെ രാജ്യങ്ങൾക്കുള്ളൂ. ഈ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലാണ് ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയും ലോകത്തെ മറ്റേത് വിഷയത്തിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത്.